യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ നിങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ മുന്നോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ സമയം പ്രാർത്ഥിക്കുന്നു. മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, അയച്ചു കൊടുക്കുന്നവരുണ്ട്. ഇതെല്ലാം ദൈവരാജ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ കാരണമാകുന്നു. ഒരാളുടെ കുടുംബത്തിൽ ദൈവകൃപ വന്ന് നിറയാൻ കാരണമാകുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പറിയാൻ കാരണമാകുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതി അയച്ച എഴുത്തുകൾ, ഇമെയിലുകൾ, വാട്സപ്പ് മെസ്സേജുകൾ എല്ലാം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് മനോഹരമായ ഒരു ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14 വാക്യം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷെബ മരുഭൂമി ആ പ്രദേശത്ത് അലഞ്ഞു നടന്നു. അധികമാരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ഒരു സ്ത്രീയും അവളുടെ കുഞ്ഞും കടന്നുപോയ അനുഭവമാണ് താഴെ. ബേർഷെബ മരുപ്രദേശത്ത് മരുഭൂമിയിൽ അലഞ്ഞ് നടന്ന് ജീവിക്കാൻ ഒരു വീടോ താമസിക്കാൻ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയെത്തി. അവസാനം മരണത്തിൻ്റെ വക്കിലെത്തി. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു പോയി. അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഈ വാക്യം വായിക്കുമ്പോൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സഹനത്തിലൂടെ, ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ, എന്നെപ്പോലെ സഹിക്കുന്നവർ, വേദനിക്കുന്നവർ വേറെ ആരാ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സങ്കടവും വേദനയും നിരാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവം ഇന്നുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത വലിയ നന്മകൾ കൊണ്ടും നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയാനാണ് ഈ വചനം നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ആരും അനുഭവിച്ചിട്ടില്ലാത്ത സഹനങ്ങളും വേദന എനിക്കുള്ളത് എങ്കിൽ, ആർക്കും ഇന്നുവരെ ദൈവം കൊടുത്തിട്ടില്ലാത്ത വിലയുള്ള ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന നാളുകൾ ഉണ്ടാകും. ഇന്നലകളിലെ സങ്കടങ്ങളും വേദനകളും മറക്കുന്ന വിധത്തിലായിരിക്കും നാളുകളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക. ഇന്നലകളിലെ വിഷമങ്ങൾ, ഇന്നലകളിലെ വെല്ലുവിളികൾ, നിരാശ, സങ്കടം, വിഷമം അതൊക്കെ എന്നേക്കുമായി മറക്കുന്ന വിധത്തിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഇത്രയും സങ്കടത്തിലൂടെ കടന്നുപോയ വ്യക്തിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് 21 അധ്യായം 19 വാക്യം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമർത്ഥനായ വില്ലാളിയായി തീർന്നു. ഒരു വലിയ നന്മ അവിടെ വന്നു. കാര്യം, ഒരുപാട് പ്രശ്നം, പ്രതിസന്ധി, വെല്ലുവിളി, സഹനം, ഒറ്റപ്പെടൽ എല്ലാത്തിലൂടെയും കടന്നുപോയെങ്കിലും ഇപ്ര സൈഡിൽ
ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തായ ഒരു ദൈവാനുഗ്രഹം ഉള്ള ഒരു വളർച്ചയും ഉയർച്ചയും അവിടെ കയറി വന്നു. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ വളർന്നു, മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു, സമർത്ഥനായ വില്ലാളിയായി തീർന്നു. ആരാണ് അവന് ഫോർമേഷൻ കൊടുത്തത്? എങ്ങനെയാണ് സമർത്ഥനായത്? എങ്ങനെയാണിത് പഠിച്ചെടുത്തത്? ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അതിലൂടെ വരുന്നൊരു ഉയർച്ചയുണ്ട്. ദൈവികമായ വളർച്ച, ദൈവികമായ ഉയർച്ച. അതാണിവിടെ അനുഗ്രഹമായത്. നമുക്കെല്ലാവർക്കും ഈ വചനം ശ്രദ്ധിക്കാം. ഹാഗാറിനെ അനുഗ്രഹിച്ചപ്പോൾ, ആ മകനെ അനുഗ്രഹമുള്ള ഒരാളാക്കി ദൈവം ഉയർത്തിയപ്പോൾ, ഇന്നലകളിൽ അനുഭവിച്ച ഒറ്റപ്പെടലും വേദനയും മറക്കുന്ന വിധത്തിലൊരു അനുഗ്രഹമാണ് അവിടെ വന്നത്. ആരും കടന്നു പോകാത്ത വഴിയിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടലിലൂടെ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നത് സത്യമാണ്. പക്ഷെ ആർക്കും ലഭിക്കാത്തൊരു അനുഗ്രഹവും ഒരു വളർച്ചയും ദൈവം ഒരുക്കിയും കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾക്ക് ദൈവീകമായൊരു വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകട്ടെ. എന്നെ വളർത്താൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കൊണ്ടുപോകാൻ ആളില്ല, എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ആളില്ല, പിന്നെ ഞാൻ എങ്ങനെ വളരാനാ? ഈ വ്യക്തിയെ സഹായിക്കാൻ ആരാ ഉണ്ടായിരുന്നത്? എത്ര ആൾക്കാരാണ് ഉണ്ടായിരുന്നത്? എത്ര സ്പോൺസർമാരുണ്ടായിരുന്നു? ആരെയും കണ്ടില്ല. പക്ഷെ അവിടെ ദൈവികമായ ഉയർച്ചയും വളർച്ചയും അവിടെ വന്നു. സമർത്ഥനായി മാറി. ഇത് ഒരുപാട് പേർക്കൊരു അനുഗ്രഹമാണ്, ഒരു പാഠമാണ്. നിന്നെ വളർത്താൻ, നിന്നെ നയിക്കുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവം നിനക്ക് അനുഗ്രഹമുള്ളൊരു വളർച്ചയും ഉയർച്ചയും നല്ല കാലവും തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട ഈ വചനം ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ എത്തിയെന്ന് മാത്രമല്ല, അതുപോലെ ഒരു ദൈവികമായ വളർച്ചയും ഉയർച്ചയും ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ തലമുറകളിൽ ദൈവികമായൊരു നന്മ കയറി വരണം. അബ്രഹാം തൻ്റെ ആ ഹാഗാറിനെയും കുഞ്ഞിനെയും ഒക്കെ ഇറക്കി വിടുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു കാണും മാനുഷികമായി, എവിടെ എത്താനാ, എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷേ എവിടെയാ ചെന്ന് അവസാനിച്ചത് തകർച്ചയിലല്ല, നന്മയായൊരു ദൈവികമായ വളർച്ചയിലാണ്, ഉയർച്ചയിലാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരുടെയെങ്കിലും ജന്മദിനമോ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട, നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ദിവസമാണെന്നെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേദനയുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയതിൻ്റെ ഒരു ദുഃഖമുള്ള ഒരു ദിവസമാണെന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനത്തിനായി, നിങ്ങളുടെ താമസിക്കുന്ന ഇടം, ജോലി ചെയ്യുന്ന സ്ഥലം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, നന്മകളായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും നന്മയും ഉയർച്ചയും ദൈവം നൽകട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, ഇടപാടുകളിൽ, നടത്താൻ പോകുന്ന ഇൻ്റർവ്യൂ, എഴുതാൻ പോകുന്ന എക്സാം, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ചില പ്രാർത്ഥന നിയോഗങ്ങൾ സകലതും അനുഗ്രഹമായി തീരട്ടെ. രോഗാവസ്ഥയിലാണോ, നിങ്ങൾക്കൊരു സൗഖ്യമുണ്ടാകട്ടെ. നിങ്ങൾ നിരാശയിലാണോ, നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ വന്നു കയറട്ടെ. നിങ്ങൾക്ക് കുടുംബത്തിൽ വിഷമങ്ങളുണ്ടോ, അത് മാറട്ടെ. സമാധാനം നിറയട്ടെ, സമാധാനം നിറയട്ടെ. ഉയർച്ച, ദൈവികമായ ഉയർച്ചയുണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവിക സംരക്ഷണത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ഈ വചനം നിങ്ങൾക്ക് ദൈവികമായൊരു വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകട്ടെ. സാധിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. അവരത് കേൾക്കട്ടെ, അവരത് മനസ്സിലാക്കട്ടെ. ആമേൻ. ഒപ്പം ഈ മാസം 26-ാം തീയതി വൈകുന്നേരം 7 മുതൽ 8 വരെ ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പ്രയർ വിങ്സിലും ഒക്കെയായ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്, കൂട്ടായ്മയിലുള്ളവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആ സമയം നമുക്ക് ക്രമീകരിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.